അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അതിശക്തം കർത്താവേ, നിങ്ങളുടെ രോഗങ്ങള്, നിങ്ങളുടെ വിഷമതകള്, ഹൃദയത്തിൻ്റെ ഭാരങ്ങള്, അടിപോലെ ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകള് എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന 36 വർഷം ഞാനർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാസംസ്ഥാനയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിൽ എല്ലാ ഭാരങ്ങളും, എല്ലാ ആശ്വാസങ്ങളും, എല്ലാ രോഗങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. Hallelujah, 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 hallelujah. സാഗരമേ ശോകം കൊടുവീരേടുമ്പോ, സാഗരമേ ശോകം കൊടുവീരേടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാഗരമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാഗരമായി നടത്താം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വക്രതയില്ലാതെ, അവിശ്വസ്തതയില്ലാതെ നമ്മൾ ഉടമ്പടിയിൽ ആണ് ജീവിക്കണമെങ്കിൽ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ്. അതാണ് പറയണത്. അത് നിങ്ങൾക്ക് വക്രത വന്നാൽ, ഉടമ്പടി അവിശ്വസ്ത വന്നാൽ, എൻ്റെ മുഖം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറ്റിക്കളയെന്ന് പറഞ്ഞില്ലേ? അതായത് നമുക്ക് വക്രത, അവിശ്വസ്ത ഉണ്ടായാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റപ്പെടും. ദാറ്റ് മീൻസ് സംരക്ഷണം നഷ്ടപ്പെടുക. ഉടമ്പടി ഒരു വലിയ സംരക്ഷണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിജോമോൻ എന്ന് പറഞ്ഞൊരു സാക്ഷിയില്ലേ? സിജോമോൻ്റെ പ്രശ്നം എന്താ? സിജോമോൻ ഉടമ്പടി എടുത്ത, വീടില്ലാത്തതുകൊണ്ട് ഉടമ്പടി എടുത്ത, വീടുമില്ല, സ്ഥലവും ഇല്ല, ജോലിയില്ല, അതുകൊണ്ട് ഉടമ്പടി എടുത്ത. പക്ഷെ സിജോമോൻ എന്താ വെച്ചാൽ ഉറങ്ങാൻ നേരം നോക്കുമ്പോൾ ഒരു പാമ്പ്, കുഞ്ഞു പാമ്പോടെ ഇരിക്കണം അല്ലേ? അപ്പോൾ ഉടനെ അവനത് നോക്കി അതിനെ ഫോട്ടോ എടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്ന്, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ സൂക്ഷിച്ച് ഈ മൊബൈൽ ഏത് തരത്തിലുള്ള പാമ്പാണിതെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 3 മണിക്കൂർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളരാൻ തുടങ്ങി. ഒരു ചെറിയൊരു ബോധക്കേട് പോലെ വന്നു. അല്ല, അപ്പം തന്നെ അങ്കമാലി ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന ശേഷം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്നെ കടിച്ചാൽ എനിക്കൊരു ഓർമ്മയില്ല, പാമ്പ് ഇതാണ്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ശംഖുവരയനാണ്. അത് കടിച്ചെന്ന് 5 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ വെന്റിലേറ്ററായി പോകും. അപ്പം ആ ഒരു അവസ്ഥ ഈ മനുഷ്യൻ്റെ. അപ്പം അങ്ങനെ വന്ന് ഈ മനുഷ്യൻ്റെ അത് പറയുന്നുണ്ട്, അദ്ദേഹം എല്ലാം ഇവിടെ നിന്ന് വിവരിച്ചായിരുന്നു. അതായത് 5-ാമത്തെ മണിക്കൂറിൽ ഇയാളുടെ പാദം തളരും. അപ്പോൾ പിന്നെ മുട്ട് വരെ തളരും. മരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലാണ് ആൾ.
അപ്പോൾ ഡോക്ടറിനുള്ളിൽ പറയുന്നുണ്ട്, അകലെയുള്ളവരെയൊക്കെ അറിയിച്ചോ, ഇനി നമുക്ക് ഇനി കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇയാളുടെ അരക്കെട്ട് തളരും, പിന്നെ നെഞ്ച് തളരും, മരവിച്ച് പോവും. അവസാനം അദ്ദേഹം പറയുന്നത് കണ്ണ് മാത്രം ചിമ്മി കണ്ണും അടഞ്ഞു പോണ സമയത്ത് ആരോ ഓടിക്കൊണ്ടുവന്ന് ഉടമ്പടി കാശ് രൂപം വീട്ടിൽ നിന്ന് കാറിൽ പാഞ്ഞ് എടുത്ത്, അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇവിടെ പാഞ്ഞ് കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ വെൻറ്റിലേറ്ററിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്ററെ എത്രയും വേഗം വെക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി. സിസ്റ്റർ ഈ വെൻറ്റിലേറ്ററിൽ കയറി ഈ ഉടമ്പടി കാശുരൂപ അയാളുടെ മുതുകത്ത് വെച്ചോടുകൂടി പിന്നെ പെട്ടെന്നാണ് മരുന്ന് പിടിക്കാൻ തുടങ്ങിയത്. പരിപാടി ഈ മനുഷ്യന് ജീവൻ വെക്കുകയും ആ മരുന്ന് അക്സെപ്റ്റ് ബോഡി അതിന് അക്സെപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഈ മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, അതായത് ഈ മനുഷ്യൻ ഡെഡാണ്, മരിച്ചതുമാണ്, മരവിച്ചതുമാണ്. പക്ഷെ അമ്മ മാതാവ് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു നേർച്ച പുസ്തകമൊക്കെ തരുമ്പോഴേ നിങ്ങളോട് പറയുമ്പോൾ ചെറുക്കത് മനസ്സിലാവത്തില്ല. നിങ്ങൾ ഈ പള്ളികളിലൊക്കെ വെച്ച് പൈസ ഒക്കെ വെഞ്ചിരിക്കണ പോലുള്ള എന്ത് വെഞ്ചിരിപ്പാണെന്ന്, അങ്ങനെയല്ലേ സംഭവം. എന്തുകൊണ്ടാണ് നിങ്ങളിത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന് പറയണത്? എന്തുകൊണ്ടാണ്? കൈമാറ്റം ആ വസ്തുവിലല്ല വിഷയം ഇരിക്കണത്, അതാരാണ് കൈകാര്യം ചെയ്യുന്നത് ആ വ്യക്തിയിലാണ് വിഷയം ഇരിക്കുന്നത്. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതെന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അതിലൂടെയാണ് ഈ പവർ ആക്ടിവേറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളായിരിക്കാം ചിലപ്പോൾ, അവൾ ചിലപ്പോൾ 2-3 പ്രേമബന്ധവും നാട്ടുകാരെ പറ്റിച്ചതും തേച്ചതുമായിട്ട് പാർട്ടിയായിരിക്കും. നിങ്ങളത് വർക്ക് ചെയ്തിട്ടില്ല, അവൾക്ക് കുമ്പസാരില്ലാത്ത അവൾ പാർട്ടിയായിരിക്കും. നിങ്ങളവ കാനഡയിലെ മണ്ണാങ്കടക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെടുമ്പാശ്ശേരി മകളെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. അവളോട് മര്യാദക്ക് ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കാൻ പറയണം. നിങ്ങൾ ആ ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയത്തില്ല. ഇത് എങ്ങനെ അവളെ വിഷമിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും? അവൾ നമ്മുടെ കൈയും കാലും വിട്ട് കണ്ണെത്താത്ത ദൂരത്ത് പോയിക്കല്ലേ. അവളെ വിഷമിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ ഉപരി മക്കളുടെ സമാധാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെടും, ദൈവത്തെ നഷ്ടപ്പെടും. അപ്പോൾ അമ്മയെന്ന രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാൻ അച്ഛനാണ്, അപ്പം ഞാൻ അച്ഛനും തന്നെയാണ് പറയണത്, അല്ല വേറെ ഒരാളത്തിൽ ഞാൻ അച്ഛൻ പറയാം എന്നാ പറയണത്. എന്താ കാര്യം? എനിക്ക് ബോധമുണ്ട്, ഞാൻ അച്ഛനാണെന്നുള്ളതിനെക്കുറിച്ച് ബോധമുണ്ട്. അതൊരു വരപ്രസാദമാണ്, അതൊരു അധികാരമാണ്. അതെൻ്റെ കർത്താവ് എനിക്ക് പട്ടത്തിലൂടെ തന്നതാണ്. ഞാനൊരു മനുഷ്യനോട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോ, നിനക്ക് ആശ്വാസം ഉണ്ടാവും, നീ തിരിച്ചു വരും, നീ സാക്ഷ്യം പറയുമെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടല്ല പറയണത്, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടാണ് പറയണത്. അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ പറയും, ഒന്നും കണ്ടിട്ടില്ല, നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവൻ തിരിച്ചു വരണം. നീ ഒരു അമ്മയാകുമ്പോൾ, നീ ഒരു അപ്പനാകുമ്പോൾ ദൈവം നിനക്ക് അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ഗ്രേസ് തരും. അത് നിൻ്റെ മക്കൾക്ക് അവർ അഴിവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഉപ്പ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാണ്. നീ ആ ഒരു ബോധമുണ്ടാകണം. പണ്ട് ഞാനൊരു സാക്ഷ്യം ഇവിടെ കേട്ടിട്ടുണ്ട്. അവർ സാക്ഷ്യം പറഞ്ഞു, ഇതാണ് അവരുടെ മകള് വേറെ ഒരുത്തനെ പ്രണയിച്ചു. അപ്പോൾ ഉടനെ ഈ അമ്മ അത് അറിഞ്ഞ ശേഷം അവൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ മകൾ കർത്താവിൻ്റെ അടുത്തറി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ആളാണ്, നീ അത് സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ദൈവം നിനക്ക് തരത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതെന്താ കാര്യം? അധികാരമാണ്. പക്ഷേ ഇവർ വലിയ ചക്രം പീരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ഇടപെട്ട് ഒറ്റ ആഴ്ച കൊണ്ട് സഹായം പൊളിച്ചത് കഴിക്കോട്ടെ. അത് അധികാരമെന്ന് പറയുക. അമ്മമാർക്ക് അധികാരമുണ്ട്, അപ്പന്മാർക്ക് അധികാരമുണ്ട്. ദൈവം നിങ്ങളെ അമ്മയാക്കിയപ്പോഴേ, ദൈവം നിങ്ങളെ ഭാര്യയാക്കിയപ്പോഴേ, ദൈവം നിങ്ങളെ ഭർത്താവാക്കിയപ്പോഴേ
ദൈവം നിങ്ങൾക്ക് നൽകുക അധികാരം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായാൽ ദൈവം ആരാണെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം അറിയും. കൈയടിച്ച് കർത്താവിലല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷിക്തമായ സ്ഥലത്ത് നിന്ന്, അപ്പം നമ്മളെ അഭിഷിക്തമായ സ്ഥലത്ത് വീണ്ടും നിന്നാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. യു മസ്റ്റ് ബി ഷിഫ്റ്റഡ്. അത് നിങ്ങൾ പറയണം, കർത്താവേ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണം. നിങ്ങളുടെ മാനസികാവസ്ഥയായാം, പെരുമാറ്റ രീതികളാകാം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നാൽ ഉടനെ നിങ്ങൾക്ക് കിട്ടാനുള്ള വാഗ്ദാനം എന്താണ്? നിങ്ങളെ പാറയ്ക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യും. അതാണ് വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതി. ഇപ്പോൾ പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യണത്. ഇപ്പോൾ മോസസിനോടും ഇപ്പോൾ എബ്രാഹു അങ്ങനെ ചെയ്തത്. എബ്രാഹത്തിന് അതാണ് സംഭവിച്ചത്. അങ്ങേരും ഇതുപോലെ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. വിഗ്രഹാരാധനയും ദൈവത്തിനെ അറിയാത്ത ആൾക്കാരും പലതരത്തിലുള്ള പാപമാലിന്യങ്ങളിൽ പെട്ട മനുഷ്യരും അങ്ങനെ കുഴഞ്ഞ ഒരു ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എബ്രാഹത്തിനെ ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഹാരാനിൽ നിന്ന് വിളിച്ചോണ്ട് പോരും, കാനാൻ ദേശത്തേക്ക് വിളിച്ചോണ്ട് പോരും. അപ്പോൾ ദൈവം ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിലായ? സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സങ്കേതമെന്ന് പറയണത്. മനസ്സിലായില്ലേ? സുരക്ഷിത സങ്കേതം. സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സുരക്ഷിതമായ സങ്കേതം. അത് നമ്മുടെ റൈറ്റാണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുരക്ഷിത സങ്കേതം? ബൈബിളിൽ തന്നെ ദൈവത്തെ വിളിക്കണത് സുരക്ഷിത സങ്കേതമെന്നാണ് വിളിക്കണത്. കർത്താവിൻ്റെ സങ്കേതവും പാറയും കോട്ടയുമാണെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. 91 സങ്കീർത്തനം 2 തിരുവചനം. സങ്കീർത്തനം 91:2. കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. കർത്താവ് ആണ് ഈ പാറയെന്ന് പറയുന്ന ആള്. സങ്കേതം എന്ത് സംഭവിച്ച ഈജിപ്തുകാർ ഇപ്പം ഈ 91 സങ്കീർത്തനമില്ലേ, അതൊരു യുദ്ധ സങ്കീർത്തനത്തിൻ്റെ ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് വാർ ടൈമില്ലേ, വാർ റൂം എന്നൊക്കെ പറയുന്നത്, വാർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ കുരുക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ അകത്താണ് പറക്കുന്ന അസ്ത്രമൊക്കെ വരണത്. അതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എൻ്റെ റീഡ് അഗെയിൻ കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അപ്പൊ നിങ്ങള് സങ്കീർത്തനം കേട്ടിട്ട് പറയണ്ട, സ്വന്തോടൊന്ന് പറഞ്ഞേ, കർത്താവ് എന്റെ സങ്കേതവും എന്റെ കോട്ടയുമാണ്. അതെന്താ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ സങ്കേതവും കോട്ടയും എന്ന് പറഞ്ഞ കാരണം അത് യുദ്ധകാല പരിസ്ഥിതിയിലാണ്. ഒരു ഇസ്രയേലിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ
ആൾക്കാർ ഇപ്പോൾ തന്നെ ഈശോ പറഞ്ഞിട്ടില്ലേ, എന്താണ് നിങ്ങളെ യൂദയായിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ മലമുകളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മലമുകളിലൊക്കെ ഒത്തിരിയേറെ ഇതുപോലെ സങ്കേതങ്ങളുണ്ടാവും. ദാവീദും സാവൂളും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴും സാവൂള് ഒളിച്ചിരുന്നതും അതുപോലെ തന്നെ ദാവീദ് ഒളിച്ചിരുന്നതുമൊക്കെ ഇതുപോലെ ഗുഹയിലാണ്. ഇതിനാണ് സങ്കേതമെന്ന് പറയണത്. മലയിലെ സങ്കേതമെന്ന് പറയണത് മലയിലെ പാറയിടുക്കും ഗുഹകളുമാണ്. എന്ന് വെച്ചാൽ ഇത് ഇസ്രയേൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജിയോഗ്രഫിക്കൽ റീജിയനിൽ അവരനുഭവിച്ച ഒരു വലിയ സുരക്ഷിത സങ്കേതമാണ്. അതവർ ദൈവത്തേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് കാരണം? ഏത് ഗുഹയിലിരുന്നാലും ശത്രുക്കൾ വന്ന്, ഇപ്പം സാവോൾ ഗുഹയിലിരുന്നപ്പോൾ സാവോൾ വന്ന് അദ്ദേഹത്തിൻ്റെ മേലൊക്കെ മുറിച്ചുകൊണ്ട് പോയില്ലേ? അപ്പോൾ അതൊന്നും സുരക്ഷിത സങ്കേതമാണെന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലല്ലോ. പക്ഷേ സുരക്ഷിതമായ സങ്കേതം കർത്താവ് മാത്രമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നീ എൻ്റെ സങ്കേതവും ആരാധിക്കും പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ ഹൃദയവുമാ അടിയനിതാ 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 നാഥ അടിയനിതാ നാഥ അടിയനിതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനമാണ്. നിങ്ങൾ പാറ എന്ന് പറയുമ്പോൾ, ഒരു കോട്ട എന്ന് പറയുമ്പോൾ, ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. അതായത് കർത്താവിനാണ് ഇവർ പാറ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാശക്കുഴിയാണ്, കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞ നാശക്കുഴിയാണ്. എപ്പോഴും ആണ്ടുപോകാൻ നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ പ്രതികാരത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ മ്ലേച്ഛതകളിൽ ആണ്ടുപോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ദൈവത്തിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണത്. അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് മോസസിന് പ്രതികാരം, വൈരാഗ്യം, മത്സരം, അങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈജിപ്തിൽ നിന്ന് ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് എന്താണ്? എനിക്കിവിടെ വെച്ച് നിന്നെ സഹായിക്കാനും നിന്നോടുകൂടെ പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ഇടമാണ്. നിൻ്റെ ചെരുപ്പൂരി വെക്കണം. അത് പിന്നെ എന്ത് ചെയ്യണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും പരിശുദ്ധമാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒരു കൺവേർഷൻ നമുക്ക് സംഭവിക്കണത്, അപ്പോൾ ആ സ്ഥലം പരിശുദ്ധമായിട്ട് മാറും. ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ഏരിയ ആയിട്ട് മാറും. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റണം. അതായത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രീ റെക്വിസിറ്റാണിത്. അതായത് നിങ്ങളെ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റുക. എന്താ സംഭവം? ഹൊറേബിലേക്ക് മോസസിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയണത് എന്താണ്? നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. അപ്പം നേരത്തെ നീ പ്രതികാരവും വൈരാഗ്യവും മത്സരവും എല്ലാം നാശക്കുഴിയിൽ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. അവിടുന്ന് ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഇനി
എന്താ വിളിക്കുമ്പോൾ ഈ പാറപ്പുറമെന്ന് പറയണത് പോലെ തന്നെ പറയണത് ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പാറയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു വ്യക്തി പാറയായിട്ട് കൺവേർഷൻ ചെയ്യും. അതാണ് വിഷയം. നമ്മളൊരു പാറയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും മത്തായി ശ്രീകാട് സുവിശേഷം 7:24 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. കാലുകളെ പാറമേൽ നിർത്തി ഇംഗബലത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി ഇംഗബലത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഞാൻ കവർ ചെയ്യാത്ത പോർഷനാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും അത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. കാശ് രൂപ എടുത്ത് കയ്യിൽ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനത് കവർ ചെയ്യാത്ത പോർഷനാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാനങ്ങനെ എക്സാം എഴുതി. എക്സാമിന് ഞാൻ ഫുൾ സബ്ജക്റ്റിനും പാസ്സായി. അന്നേരം ഞാൻ എക്സാമിന് വരുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ എക്സാമിന് പാസ്സാകുവാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞില്ല, സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എക്സാം പാസ്സായതുകൊണ്ട് ഏപ്രിൽ 2023 ഞാനിവിടെ വന്നു സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന് പറഞ്ഞു, നമ്മൾ എന്തായാലും ഉടമ്പടി എടുത്താലേ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഹാളിൽ കയറിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇന്ന റീസണൊന്നും എഴുതാനൊന്നും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞിലേ മുതൽ ഭയമുണ്ട്. എനിക്ക് ഇരുട്ട് പേടിയാണ്, പിന്നെ പാമ്പ് അങ്ങനത്തെ ജന്തുക്കളെയൊക്കെ പേടിയാണ്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കിടക്കാറൊന്നുമില്ല, എനിക്ക് ഭയമുള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഭയം മാറാനും പിന്നെ എനിക്ക് ഈ ഭയമുള്ളത് എനിക്ക് ദൈവവിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ്. എൻ്റെ ബ്രദർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ ബ്രദറിനോട് പറയില്ല, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, ഭയമാണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ഭയം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഭയം മാറാനും എനിക്ക് വിശ്വാസം വർദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഉടമ്പടിയിൽ പ്രത്യേകിച്ച് എഴുതിയുള്ളൂ. എനിക്ക് PCOD ഉള്ളതായിരുന്നു. ഞാൻ വയറുവേദനയൊക്കെ ആയിട്ട് ജനുവരി മാസം സ്കാൻ ചെയ്തപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറിയിലും റൈറ്റ് ഓവറിയിലും 14 തൊട്ട് 18 വരെ ഫോളിക്കിൾസ് ഉണ്ട്. പിന്നെ എൻഡോമെട്രിയം തിക്നെസ് ഉണ്ടെന്ന് പറയും, ഒരു 16 mm വരെ. 16 mm വരെ എൻഡോമെട്രിയം തിക്നെസ് ഉള്ള ഒരാൾക്ക് DNC ആണ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് 27 വയസ്സേ ഉള്ളൂ. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു, മെഡിസിനൊക്കെ കഴിച്ച് നോക്ക്, എന്നിട്ട് 3 മാസം കഴിച്ചിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് തിക്നെസ് ഉണ്ടെങ്കിൽ DNC ചെയ്താൽ മതി, ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ആദ്യം 1 മാസമൊക്കെ ജനുവരി മാസം, അപ്പോൾ ആദ്യം 1 മാസമൊക്കെ മെഡിസിൻ കഴിച്ചു. അത് റെഗുലറായിട്ട് കഴിക്കലൊന്നുമില്ലായിരുന്നു, എനിക്ക് മടിയായിരുന്നു മെഡിസിൻ കഴിക്കാൻ. അത് കഴിഞ്ഞ് ഏപ്രിലിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ PCODയുടെ കാര്യം എഴുതിയിട്ടില്ലായിരുന്നു ഉടമ്പടിയിൽ. പിന്നെ അച്ഛൻ ഇവിടെ ധ്യാനിപ്പിക്കുമ്പോൾ രോഗസൗഖ്യ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അറിയുമ്പം ഞാൻ എൻ്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വയറിൽ തൈലം തേച്ച് വിശ്വാസപ്രമാണമൊക്കെ ചെല്ലുമായിരുന്നു. ഞാൻ മെഡിസിൻ കഴിക്കൽ നിർത്തി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ 3 മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ സ്കാൻ ചെയ്യും, ആ സ്കാനിങ്ങിൽ എനിക്കെല്ലാം നോർമലാക്കി തരണം, ഞാനപ്പം മാതാവിന് വേണ്ടി ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ ഓഗസ്റ്റിൽ 4-ാം തീയതി പോയിട്ട് സ്കാൻ ചെയ്തു. ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല, വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തേച്ചതേ ഉള്ളൂ. പിന്നെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം PCOD ഉള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതെനിക്കായിരിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം സ്കാൻ ചെയ്തപ്പം എൻ്റെ PCOD പൂർണ്ണമായിട്ട് മാറി. എൻഡോമെട്രിയം തിക്നെസ് 4.5 ഉള്ളൂ, അത് നോർമൽ റേറ്റാണ്. എൻഡോമെട്രിയം തിക്നെസ് 16 mm ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് 4.5 ഉള്ളൂ. മെഡിസിനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് സൗഖ്യം നൽകിയ ഈശോയ്ക്ക് നന്ദി സ്തുതി ഞാൻ അർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച മാതാവിന് നന്ദി പറയുന്നു.